ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ അശ്വിനി. ഞങ്ങൾ ഇന്ന് ദുബായിലെ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോകുകയാണ് കേട്ടോ. ഗ്ലോബൽ വില്ലേജ് ഈസ് എ കൾച്ചറൽ ഡെസ്റ്റിനേഷൻ ഇൻ ദി സിറ്റി ഓഫ് ദുബായ്. എ വേൾഡ് വിത്തൗട്ട് ബോർഡേഴ്സ്, എ വേൾഡ് വെയർ മോർ ദാൻ 19 കൾച്ചേഴ്സ് കം ടുഗദർ ടു സെലിബ്രേറ്റ് വണ്ടർ. ദിസ് ഈസ് എ ഫെസ്റ്റീവ് കാർണിവൽ. അപ്പോൾ അതാ ഗ്ലോബൽ വില്ലേജ് എത്തിയിട്ടുണ്ട്. കണ്ടോ തിരക്ക് കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ക്രോസ് ചെയ്ത് അങ്ങോട്ട് കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റിന് എത്രയാണെന്ന് ഞാൻ ഓർക്കണില്ല. ടിക്കറ്റ് ഉണ്ട് പെർ പേഴ്സൺ 25 ദിർഹംസ് ആണെന്നാണ് എൻ്റെ ഒരു ഊഹ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ 590 ആ ഒരു റേറ്റാട്ടോ വരുന്നത് ഒരാൾക്ക് പെർ പേഴ്സൺ. പാസ്പോർട്ട് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാസ്പോർട്ട് നമ്മൾക്ക് കുറേ എന്താ പറയുക ജില്ലകളിൽ നിന്നാണ് വായിൽ വരുന്നത്. കുറേ രാജ്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നമുക്ക് സീലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചേക്കണതാണ്. നമുക്കപ്പോൾ എന്നും കാണാമല്ലോ. ഇവിടെ നമ്മൾ നാട്ടിൽ പോയാലും നമുക്കിതെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന ഓരോ മൊമെൻറ്റ്സ് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഹർഷയുടെ കൂടെ വർക്ക് ചെയ്യണ അനീഷേട്ടനും അഫ്നാസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോണതൊക്കെ ഓരോ രാജ്യങ്ങളാണ് കേട്ടോ. ആ രാജ്യങ്ങളും അവിടുത്തെ ഓരോ കൾച്ചറുകളാണ് കേട്ടോ. ഡാൻസ് കാര്യങ്ങളെല്ലാം, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ഡ്രസ്സുകൾ, എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും ഓരോ രാജ്യത്തെയും. അതെങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? അടിപൊളിയായില്ലേ? അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകത തരാം. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഡാൻസിന് പ്രാധാന്യം കൊടുക്കുന്നത് വെച്ചാൽ അടുത്ത സ്ഥലത്ത് വേറെ ഒരു ഇതിന്, അങ്ങനെയാണ് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നണത് മിക്ക സ്ഥലത്തും ഹാൻഡ് മെയ്ഡ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എന്താ ഭംഗിയെന്ന് പറയുക കാണാൻ. നമുക്കിങ്ങനെ ഞാൻ നോക്കി നടക്കാൻ തന്നെ നല്ലൊരു ഇത് തോന്നും കേട്ടോ. ചില രാജ്യങ്ങളിലൊക്കെ ഓരോ സാധനങ്ങളില്ലേ, ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ തരും കേട്ടോ. ഞാൻ അതിന് വേണ്ടി തന്നെ നടക്കായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത്തർ, പെർഫ്യൂംസൊക്കെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ തരും കേട്ടോ. നമുക്കെല്ലാം ട്രൈ ചെയ്തിട്ട് പോവാം എന്നുള്ള നിലയിൽ ഞാനെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ എല്ലാവരും വരുന്നത് കൂടുതൽ എൻജോയ് ചെയ്യാനും ഷോപ്പിംഗ് ചെയ്യാനും ഡൈനിങ് ചെയ്യാനും കുറേ എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇരുട്ടാവും തോറും ഇവിടെ ആളുകളുടെ എണ്ണവും കൂടും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ. നൈറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കണ്ട വാട്ടർ ഷോ കാര്യങ്ങളൊക്കെ കണ്ട നല്ല ഭംഗിയില്ലേ. പിന്നെ നൈറ്റ് ആവും തോറും ഓരോ പ്രോഗ്രാമുകളുടെ കൂടിക്കൊണ്ടിരിക്കും ചെയ്യും കേട്ടോ. എക്സോ പ്ലാനറ്റ് സിറ്റി, പിന്നെന്താ സെൽഫി സ്പോട്ടുകൾ, പിന്നെ ഡൈനിങ് ഏരിയാസ്, കാർണിവൽ, അങ്ങനെ ഒട്ടനവധി എന്താ പറയുക സംഭവങ്ങൾ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് കേട്ടോ അവർ.
ആ ഏജിൽപ്പെട്ടവർക്ക് ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ തരം കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും എല്ലാവർക്കും വന്ന് ത്രില്ലടിച്ച് പോകാൻ പറ്റും. ഡാൻസ് ആയാലും സോങ്സ് ആയാലും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. ലൈസറിൻ്റെ ഓരോ ഷോസ്, പിന്നെന്താ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ഓരോ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടുക്കിയില്ലേ, അപ്പോൾ നമ്മുടെ ഗ്ലോബൽ വില്ലേജിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അവർ ഡാൻസൊക്കെ. എല്ലാ നൈറ്റും ഷോസും ഇവൻറ്റ്സും ഒക്കെ ഉണ്ടാവും കേട്ടോ. എവറി ഡേ സംതിങ് ന്യൂ ടു ഡിസ്കവർ. അവരെന്തെങ്കിലുമൊക്കെ കണ്ടെത്തും ഓരോ നൈറ്റ്സും. ഓരോ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ യന്ത്രൂഞ്ഞാലൊക്കെ ഇല്ലേ നമ്മുടെ നാട്ടിൽ ഉത്സവ പറമ്പിൽ നമ്മൾ കയറാറില്ലേ അതിലൊക്കെ. അപ്പം അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ വണ്ടർലയിലൊക്കെ കാണുന്ന രീതിയിലുള്ള സാധനങ്ങളും അതിനേക്കാളും ഇരട്ടി റൈഡ്സ് ഇവിടെയുണ്ട് കേട്ടോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലോർക്കുക, ഇതിനൊക്കെ എക്സ്ട്രാ ടിക്കറ്റാട്ടാ. നമ്മൾ ഈ എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ ഇതൊന്നും നമുക്ക് എന്താ പറയുക, നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് ഇതിനെടുക്കണം കേട്ടോ. പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും കയറാം, അങ്ങനത്തെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ ഈ എൻട്രി ടിക്കറ്റ് വെച്ച് കയറുന്ന ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഇതിലൊന്നും കയറാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യങ്ങളൊക്കെ കണ്ട് നമ്മളിത് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സീലുകളും നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.